ശിവോഹം. ചൂഷണം ചൂഷണം ചൂഷണം, പറ്റിപ്പ്, ഇതിനെപ്പറ്റി മാത്രമേ എന്നും എല്ലാവരും പറയുന്നുള്ളൂ. എല്ലാ കാലത്തും ചൂഷണങ്ങളും പറ്റിപ്പുകളും ഉണ്ട്. ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ രാജാക്കന്മാരും ഗോത്രവർഗത്തലവന്മാരും എല്ലാം അവരും നമ്മളെ ഒരു പരിധിവരെ ചട്ടുകമായി ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ മനുഷ്യൻ എപ്പോഴും രണ്ട് തട്ടിലാണ്. ഒന്ന് ഭരിക്കുന്നവൻ, രണ്ട് ഭരിക്കപ്പെടുന്നവൻ. ഭരിക്കപ്പെടുന്നവൻ നിസ്സഹായനും അവൻ കാര്യമായ ചിന്താഗതിയില്ലാത്തവനായിരിക്കും. അപ്പോൾ ഭരിക്കുന്നവന് കഴിവും പ്രാപ്തിയും കാപഢ്യം ഉള്ളവനായിരിക്കും. അവൻ നിങ്ങളെ പല രീതിയിലും പറഞ്ഞ് പ്രലോഭിപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാവില്ല. അവർക്ക് എന്ത് കിട്ടും, അവർക്ക് എന്ത് സുഖം കിട്ടും എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇപ്പോൾ വണ്ടിയിലൊക്കെ തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളും ഭാര്യയുമായി അനേകായിരം ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യണം ഇവിടേക്ക്. ഇവിടെ എന്തോ ഒരു സ്വർഗ്ഗഭൂമിയാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ഇങ്ങോട്ട് വരികയാണ്. കുട്ടികളുമായി വണ്ടിയിൽ തളർന്നുറങ്ങും. അതിൻ്റെ ഇടയിലാണ് പല മയക്കുമരുന്നുകാരനും കഞ്ചാവുകാരനും ഒക്കെ അവരുമൊക്കെ പെർവേർട്ടുകളാണ്. പെർവേർട്ടുകൾ പറഞ്ഞാൽ ലൈംഗികമായിട്ട് എന്താ പറയുക, രോഗമുള്ള ചില മാനസിക രോഗമുള്ളവരാണ്. അപ്പോൾ അവർ 2 വയസ്സായ കുഞ്ഞുങ്ങൾ, 5 വയസ്സായ ഇത്തരം ആളുകളുടെ ഈ വലിയ ചിന്താഗതിയില്ലാത്ത പാവങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇവർ രാത്രിയുടെ മറവിൽ എടുത്തുകൊണ്ട് പോയി അവരെ ഉപയോഗിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരിതക്കയത്തിലാവുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ബാക്കിപത്രമായി നമ്മുടെ നാട് മാറുകയാണ്. നമ്മൾ ഒരുപക്ഷെ അടച്ചാക്ഷേപിക്കും, അവൻ ബംഗാളി, ഇവൻ ഒറീസക്കാരൻ. നിസ്സഹായനാണ്. അവർ വണ്ടിയിൽ ആട്ടിൻ പറ്റങ്ങളെ പോലെ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ആളുകൾ ഈ കന്നുകാലികളെ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന അതേ പരുവത്തിൽ തന്നെ വന്ന് ഇറങ്ങി പെരുമ്പാവൂരിലും ആലുവയിലും അല്ലെങ്കിൽ പിന്നെന്താ പറയുക കോട്ടയത്തും ഒക്കെ വന്ന് ഇറങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരം വന്ന് എല്ലാവർക്കും ഒന്നും ജോലിയില്ല. ഇല്ലെങ്കിൽ ഇവരെയൊക്കെ അടിമകളെ പോലെ നമ്മൾ ജോലി എടുപ്പിച്ച് അവരുടെ ശമ്പളത്തിൻ്റെ അരികു പറ്റി ജീവിക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ട്. എന്നാൽ താരതമ്യേന നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളും ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി പലായനം ചെയ്ത് അവിടെ ഇതേ ജോലി തന്നെയാണ്, അടിമ വേല തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. എങ്കിലും അതിന് കാശ് കൂടുതൽ കിട്ടും, കുറച്ചും കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷമുണ്ട്. ഇങ്ങനെ 2 കൂട്ടരും ചെയ്യുന്നത് ഒരേ ജോലിയാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഉയർന്ന ലാവണങ്ങളിൽ ജോലി ചെയ്യുന്നുള്ളൂ, വ്യത്യാസം ഏതുമില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനുള്ള കാരണം എന്താണ്? വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, എന്താ സ്വാമി ജനസംഖ്യയെ പറ്റി മാത്രമേ പറയുള്ളൂ, അത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെയും വികസനത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടുന്ന ഒരു പ്രധാന സംഭവം. നിങ്ങൾ അത് സംശയമുണ്ടെങ്കിൽ കാലടിയിലോ പെരുമ്പാവൂരിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്കമാലി സ്റ്റേഷനിലോ ആലുവ സ്റ്റേഷനിലോ എറണാകുളം നോർത്തിലോ ഒക്കെ പോയി ഇറങ്ങുമ്പോൾ ഓരോ വണ്ടി നോർത്തുനിന്ന് വരുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ എന്തെന്നില്ലാതെ കൊച്ചു കുട്ടികളെ എടുത്ത് ധാരധാരയായി ഇറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന നോർത്ത് ഇന്ത്യൻസിനെ കാണുമ്പോൾ ഇവരുടെയൊക്കെ ആ മുഖത്തെ ആ ദൈന്യതയും വിഷമങ്ങളും ഒക്കെ കാണുമ്പോൾ ചിന്തിക്കുന്നവനൊക്കെ വിഷമം വരും. അല്ലാത്തവനൊക്കെ മനുഷ്യനായി കാണാത്തവനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ ഭരണകൂടങ്ങൾ ഉയർത്തി ചിന്തിക്കുകയും ജനസംഖ്യയിൽ കൈവയ്ക്കുകയും ചെയ്ത് അത് കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാട് സമ്പന്നമാവട്ടെ എന്ന് മാത്രമാണ് സ്വാമിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഗുഡ് ബൈ.